നിങ്ങൾ ബാലി പ്ലാൻ ചെയ്യുമ്പോൾ ഉലുണ്ടാനുപരാറ്റൻ ടെമ്പിൾ എന്നുള്ളത് ഈ വേലിയേറ്റ സമയത്ത് ആ ഫ്ലോട്ട് ചെയ്ത പോലുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നൽകുക എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്നുള്ളൊരു ഫീലായിരുന്നു. കാരണം അത് മിസ്സായി പോയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ സമയമൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച മിസ് ചെയ്യാതിരിക്കുക. കാരണം ഏതായാലും ഈ ടെമ്പിൾ ഇവിടം വരെ വരുന്നു. ഉബൂദിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തൊക്കെ വേണം നമുക്ക് ഇവിടെ എത്താനായിട്ട്. ഒരിക്കലും ഡേ ടൂർ എടുക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഉലുണ്ടാനുപരാറ്റനിലേക്ക് ഡേ ടൂർ എടുത്ത് വരുന്നതിനേക്കാൾ വൈകിട്ട് ഇവിടെ വരിക. ഇതിൻ്റെ ഗാർഡനൊക്കെ വളരെ പീസ്ഫുൾ ആണ്. അപ്പോൾ ഇത് നടന്ന് കാണുക, കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുക. കാരണം അതിനുള്ളതുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് വൈകിട്ട് ഇവിടെ സൺസെറ്റ് കാണണം എന്നുള്ളൊരു മൈൻഡിലൂടെ വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സൺസെറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുണ്ട് പോയി. പിന്നെ ആ സൺസെറ്റിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഭംഗിയുള്ള സൂര്യനെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, മേഘത്തിൻ്റെ ഇടയിലായിരുന്നു. പക്ഷേ അവിടുത്തെ ആ ഒരു ഗാർഡൻ അവിടെയൊക്കെ നടന്നു. ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു വല്ലാത്തൊരു ഓർക്കുമ്പോൾ തന്നെ ഒരു സുഖമുള്ള ഫീലാണ്. പിന്നെ ഒരുപാട് വാട്ടർ റിച്വൽസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉലുണ്ടാനുപരാറ്റൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഫോട്ടോസ്, അതായത് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഇവിടെ DSLR ക്യാമറയൊക്കെ കൊണ്ട് ഇവിടെ ആൾ നിൽപ്പുണ്ട്. ഒരു നിശ്ചിത തുക കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല ഫോട്ടോ എടുത്തു തരും.